പെങ്ങള് കാഴ്ചയൊക്കെ ശരിക്കും കണ്ടോ? അറബിയുടെ വില്ലേന്റെ അകത്ത് കയറിയാ പിന്നെ പുറം ലോകം കാണുന്നത് തിരിച്ച് എയർപോർട്ടിൽ പോകുമ്പോഴാവും. പെങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലേ? 1.5 ദിവസം എയർപോർട്ടിൽ ഇരുന്നതല്ലേ? സാരില്ല. വഴിയിൽ കിളവന് കണ്ണ് ശരിക്കും കാണില്ല, എന്നിട്ടാണ് ലെഫ്റ്റും റൈറ്റും. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവരുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോ മുതലുള്ളതാ വടിവച്ചുള്ള ഈ കുത്തല്. വന്ന കാലത്ത് വഴി പഠിപ്പിക്കാനുള്ള കിളവന്റെ രീതിയായിരുന്നു ഇടതു തോളി കുത്തിയ ഇടത്തോട്ട്, വലതു തോളി കുത്തിയ വലത്തോട്ട്, തലയെ കുത്തിയാൽ നേരെ. ഇപ്പൊ എനിക്ക് വഴിയെല്ലാം അറിയാം, എന്നാൽ ഈ കിളവൻ കേറിയാ വെറുതെ കുത്തിക്കൊണ്ടേയിരിക്കും. അനാരിഫ് ബാബ മാഫി ഒളറിഫ് അനസൂയ കലം അൻബാബായല. ഈ തന്തയുടെ പേര് ഖാലിദ് അഹമ്മദ് ബിൻ സയ്യിദ് മുഹമ്മദ്. ഇങ്ങേരുടെ മോനാ നമ്മുടെ സ്പോൺസർ നവാഫ് അഹമ്മദ് ബിൻ ഖാലിദ് മുഹമ്മദ്. പിന്നെ തന്തയുടെ ഭാര്യ, സ്പോൺസറുടെ ഭാര്യ, അവരുടെ മക്കൾ, എല്ലാവർക്കും പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവ. അതൊക്കെ പെങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. ഞാനൊന്നും പറയണ്ട, ഇനി പെങ്ങളെല്ലാം താനേ പഠിച്ചോളൂന്ന്. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് പെങ്ങളെ. ഈ കള്ളക്കളവനെ വണ്ടിയിടിച്ച് കൊന്നിട്ട് സൗദി ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കണം. ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ. ഇതാ നമ്മുടെ സ്പോൺസർ ബാബ ഹാദി ഗദ്ദാമ. جيب الجواز. جواز باسبورت. പാസ്പോർട്ട് കൊടുക്കാൻ. روحي جوا. അകത്തോട്ട് പൊക്കോളാൻ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ്. ശരി. عسى ما تأخرت عليكم. لا ما هي مشكلة. ليش حيرانة؟ تعالي تعالي. سميرة هذه الخدامة الجديدة. ايش اسمك؟ قولي لي ايش اسمك؟ Your name. അശ്വതി. اسمها أشوتي. فاطمة عندنا خدامة لأعمال المطبخ، انت عليك باقي شغل البيت. أنت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة، أبغاش تعلمينها كل شغل البيت، فهمتي؟ دليها الغرفة وأعطيها عباية تلبسها. هذه غرفتي. ساري هذا هلو هلايكي
أنا شفت فيه فيلم هندي. غيري ساري مش مناسب هنا. جين ساري. പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖ പുതിയ മുഖ പുതിയ മുഖ കൊള്ളാലോ. പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. أشوتي أنت جميلة السينة سبيكي. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. പുതിയ മുഖ പുതിയ മുഖ. أشتي أشتي أنت كنت فين؟ Come here. معلش حبيبتي معلش. لا تبكي ماما لا تبكي. معلش حبيبتي معلش. تعالي جوا. خلي عينيكي على بدر وخذيه غسليه، بعدين نظفي البلاط. Take him and wash, then clean the floor. Understand? استعملي هذا دواء. بكرة ياسر كلهم تمام. في ألم pain. കുറവുണ്ട്. مين في البيت؟ house. مين في؟ മൈ ഹൗസ് കേരള. house. ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ? ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ. انت متزوجة؟ ها كليانام؟ No. കല്യാണം. മൈ ലാംഗ്വേജ്. Your language Kalyanam, my language Manika. Your language good. Usman speak, I study. അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. ഐ ടീച്ച് മലയാളം. നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം. കേട്ടിട്ടുണ്ടോ കേരളം? ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടത്തെ പോലെയല്ല, മുഴുവൻ പച്ചയാ. ഫുൾ ഗ്രീൻ, ഫുൾ നിറയെ മരങ്ങളാ. ട്രീസ് ട്രീസ്. 6 months മഴ. മഴ നനഞ്ഞിട്ടുണ്ടോ? റെയിൻ റെയിൻ. نحن ساكن في شاطئ البحر. أبوي روح البحر ما يرجع بعد يومين أو 3. أنا ماما يكون 1 بالليل. أنا أسمع صوت أنواج البحر. ബെസ്റ്റ്. രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം. സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവളുടെ ബാപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ പോയി. ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നുകൊണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. മാസാമാസം കാശ് അയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ.
ഈ ഫോൺ കൈവച്ചോ. രാത്രി മാത്രം ഓൺ ചെയ്താൽ മതി. പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും. നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ. ശരി. Eta salik. عثمان يا عثمان وين راح عثمان؟ കിളവന് തുടങ്ങി. عثمان യേശ് سوي سفر. റെഡി ബാബ. എവിടെയെങ്കിലും ഒന്ന് നിക്ക്. يا الله. കിളവന് കാഴ്ച കുറവെന്നാ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. പിന്നെ തോണ്ടലും കുത്തലും. കിളവനല്ലേന്ന് കരുതി കണ്ണടച്ചേക്ക്, അല്ലെങ്കിൽ പണി പാളും. മുമ്പ് ഫാത്തിമാക്ക് നേരെയായിരുന്നു കിളവന്റെ ആക്രമണം. ايش فيك؟ ഗുൽ നദിഫ് അർദിയാത് കോയ്സ്. اسمع يوم تكون هنا يتكلم عربي ما في قرقر قرقر. سمعت يا عثمان؟ أستي أستي ദേ വിളിക്കുന്നു. عثمان യേശ് ترجم لها ايش اقول لك. തായ്ബ് മദം. انت لازم تغسلين ستاير كلها غسليها كويس. തുണിയെല്ലാം വൃത്തിയായിട്ട് കഴുകണമെന്ന്. بعدين لما بدر يقوم اعطيه اكل. ആ തടിയൻ ചെക്ക ഉണരുമ്പോ അമുക്ക എന്തെങ്കിലും വായിൽ വെച്ചു കൊടുക്കാൻ. اسمعيني بالليل جاينا ضيوف ولازم تسوي لهم طعام. فهمها اكل هم ആ രാത്രിയിൽ വിരുന്നിന് ഫുഡ് ഉണ്ടാക്കണമെന്ന്. എല്ലാരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നത് വെട്ടി വിഴുങ്ങാനാ. തിരിച്ചു വരുമ്പോഴും തിന്നേണ്ട വിചാരേ ഉള്ളൂ. കഷ്ടം. عثمان آه. تعال. ദാ പിടിക്ക്. ഞാൻ ഇവറ്റകളെ എല്ലാം മേയാൻ വിട്ടിട്ട് يا വരാം. الله يلا يا വരി عثمان. വരി.